അസ്സാം വലൈക്കും. ഇന്ന് അസ്മാഉൽ ഹുസ്ന ഡേ 4 ആണ്. അതായത് നമ്മൾ 21 മുതൽ 30 വരെയുള്ള അസ്മാഉൽ ഹുസ്നയുടെ പേരുകളുടെ മഹത്വം അതിനെക്കുറിച്ച് പറയുന്നതാണ്. സോ നമുക്കതിലോട്ട് പോവാം. 21ാമത്തെ ഇസ്മിൻ്റെ പേരാണ് അൽ ഖാബിലു. അൽ ഖാബിലു എന്ന ഇസ്മിൻ്റെ അർത്ഥം പിടിച്ചെടുക്കുന്നവൻ. യാ ഖാബിലു എന്ന നാമം നമ്മൾ ഓരോ ദിവസവും 1000 പ്രാവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എതിരാളികളെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് നമുക്കിപ്പോൾ ശത്രുക്കളെ പേടിയാണ്, അങ്ങനെയൊക്കെയാണെന്നുള്ള അവസരങ്ങളിൽ നമ്മളിപ്പോൾ യാ ഖാബിലു എന്ന ഇസ്മ ധാരാളം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യാം. പിന്നെ 22ാമത്തെ ഇസ്മാണ് അൽ ബാസിതു. അൽ ബാസിതു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് വിശാലമാക്കുന്നവൻ. ഈ ഒരു ഇസ്മ യാ ബാസിതു യാ അള്ളാ എന്ന് നമ്മളൊരു 258 പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ജനമധ്യത്തിൽ ഒരു ആദരണീയത ഉണ്ടാവും, നമുക്ക് ഒരു സ്വീകാര്യത ഉണ്ടാകും. അവിടെ ജനങ്ങൾക്ക് മൊത്തം നമ്മളെ ഇഷ്ടപ്പെടും. അങ്ങനെ യാ ബാസിത്തു യാ അള്ളാ എന്ന് നമ്മൾ 258 തവണ അത് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ശ്രേഷ്ഠതകളാണുള്ളത്. അതുപോലെ നമ്മൾ ഈ ലുഹുർ നിസ്കരിച്ച ശേഷം യാ ബാസിത്തു യാ അള്ളാ എന്ന് 2 കൈകളും ആകാശത്തോട്ട് ഉയർത്തിയിട്ട് 10 തവണ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തുള്ള ഒരു ഇസ്മാണ് 23ാമത്തെ ഇസ്മാണ് അൽ ഖാഫിദു. അൽ ഖാഫിദു എന്ന ഇസ്മിൻ്റെ അർത്ഥം താഴ്ത്തുന്നവൻ. അള്ളാഹുവാണ് നമ്മളുടെ ഓരോ ഉയർച്ചകൾക്കും താഴ്ചകൾക്കും നിയന്ത്രിക്കുന്ന ആൾ. അള്ളാഹു വിചാരിക്കണം അവൻ ഇപ്പോൾ ഉയർച്ചയിലോട്ട് പോകണോ, അല്ലെങ്കിൽ അവൻ അത്ര അഹങ്കരിച്ച് നിൽക്കുകയാണ്, ആ സമയത്ത് അള്ളാഹു താഴ്ത്തണം എന്ന് വിചാരിച്ചാൽ താഴ്ത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഈ യാ ഹാഫിദ് യാ അള്ളാ എന്ന പദം നമ്മൾ തുടർച്ചയായിട്ട് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നല്ല താഴ്ചയിരിക്കുന്ന ആളാണ്. നമുക്കിപ്പോൾ എല്ലാം കൊണ്ടും താഴ്ന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ യാ ഹാഫിദ് യാ അള്ളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഐശ്വര്യങ്ങൾ ഉണ്ടാവുകയും നമുക്ക് താഴ്ചയിൽ നിന്ന് ഉയർച്ചകൾ ഉണ്ടാകാനും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഉയർച്ചയിൽ നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് യാ ഹാഫിദ് യാ അള്ളാ എന്ന് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴ്ചകളൊന്നും പെട്ടെന്ന് ഉണ്ടാവാൻ ചാൻസുകളില്ല. അതാണ്. അടുത്തുള്ള 24ാമത്തെ ഇസ്മാണ് അർ റാഫിയ. റാഫിയ എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നവൻ. നമ്മളെ ഉയർച്ച നൽകുന്നവൻ അള്ളാഹുവാണ്. എല്ലാ ജനങ്ങളുടെയും ഉയർച്ച നൽകുന്നവനും അതുപോലെ താഴ്ച നൽകുന്നവനും അള്ളാഹുവാണ്. ഈ ഒരു ഇസ്മ നമ്മളൊരു 1000 തവണ പതിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ധനപരമായ കാര്യങ്ങളിലും എല്ലാ തരത്തിലും നമുക്കൊരു വിജയം ഉണ്ടാവും എന്നുള്ളതാണ്. ഈ യാ റാഫിയു യാ അല്ലാ നമ്മൾ വെള്ളിയാഴ്ച ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മൾ പതിവാക്കുകയാണ്. അതുപോലെ തിങ്കളാഴ്ച പകലിലും ഈ 2 ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു യാ റാഫിയു യാ അല്ലാ എന്ന് 140 തവണ ഉരുവിട്ട് കഴിഞ്ഞാൽ അവന് സ്ഥാനക്കയറ്റുണ്ടാവും. അതുപോലെ പല സ്ഥാനങ്ങളിലും നമുക്ക് ഉയർച്ചകൾ ഉണ്ടാവും എന്നുള്ളതാണ് യാ റാഫിയു യാ അല്ലാ. അടുത്ത 25ാമത്തെ ഇസ്മാണ് മുഇസ്. മുഇസ് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് പ്രതാപം നൽകുന്നവൻ. ഈ ഇസ്മ യാ മുഇസ് യാ അല്ലാ എന്ന ഇസ്മ എല്ലാ നിസ്കാര ശേഷമോ അല്ലെങ്കിൽ വേറെ അവസരങ്ങളിലോ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അന്തസ്സും പ്രതാപവും അള്ളാഹു പ്രദാനം ചെയ്യും. അതുപോലെ നമുക്ക് മനക്കരുത്തുണ്ടാകും. യാ മുഇസ്സു യാ അല്ലാ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ പല ആളുകൾക്കുണ്ടാകും പെട്ടെന്ന് മാനസിക തകർച്ചകളുണ്ടാകും, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിപ്രഷനിൽ പോകാം. അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ നമ്മൾ യാ മുഇസ്സു യാ അല്ലാ യാ മുഇസ്സു യാ അല്ലാ എന്ന് തുടർച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനക്കരുത്തുണ്ടാകും. ഏതൊരു അവസരങ്ങളിലും ചെറുത്ത് നിൽക്കാൻ നമുക്ക് ഉണ്ടാകും, കഴിവുണ്ടാകും. അതുപോലെ നമ്മുടെ ജീവിതം ഒരു അഭിമാന ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുന്നുള്ളതാണ്. യാ മുഇസ്സു യാ അല്ലാ എന്ന പദം നമ്മൾ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ. 26ാമത്തെ ഇസ്മാണ് മുദില്ല്. മുദില്ല് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് നിന്ദിക്കുന്നവൻ. യാ മുദില്ലു യാ അല്ലാ. അതായത് നമ്മളിപ്പോൾ എന്ത് അവസരം കിട്ടുമ്പോഴും യാ മുദില്ലു യാ അല്ലാ എന്ന ഇസ്മ നമുക്ക് ചൊല്ലാൻ പറ്റും. അതായത് ആ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുകയും ചെയ്യും. അതുപോലെ ശത്രുക്കൾക്കും അസൂയക്കാർക്കും നമ്മളോട് അടുക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ശത്രുക്കൾക്കും അസൂയക്കാരെയും നമുക്ക് പരാജയപ്പെടുത്താനും യാ മുദില്ലു യാ അല്ലാ എന്ന ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അടുത്തുള്ള 27ാമത്തെ ഇസ്മാണ് അസ്-സമീഉ. അസ്-സമീഉ എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് എല്ലാം കേൾക്കുന്നവൻ.
നമ്മളെന്ത് പറയുന്നതിന് ഈവൻ നമ്മൾ ചെവിയിൽ പോലും ഒരു സ്വകാര്യം പറഞ്ഞാൽ പോലും അള്ളാഹു കേൾക്കും. അതായത് ഒരു ഉറുമ്പിൻ്റെ അനക്കം പോലും അള്ളാഹു അറിയുന്നവനാണ്. ആ ഒരു ഈ ഇസ്മ യാ സമീഉ യാ അല്ലാ എന്ന് നമ്മൾ എന്ന ഇസ്മ നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലി ദുആ ചെയ്യുകയാണെങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദുആക്ക് ശേഷവും യാ സമീഉ യാ അല്ലാ യാ സമീഉ യാ അല്ലാ യാ സമീഉ യാ അല്ലാ എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും ശ്രമിക്കുക. അതായത് എല്ലാ ദുആക്ക് ശേഷം യാ സമീഉ യാ അല്ലാ, അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ അതിന് ശേഷം യാ സമീഉ യാ അല്ലാ എന്ന് പറയാം. അടുത്തൊരു ഇസ്മാണ് 28ാമത്തെ ഇസ്മ്, അതായത് അൽ ബസീർ, എല്ലാം കാണുന്നവനും. എല്ലാം കാണുന്നവനും അള്ളാഹുവാണ്, അതിൻ്റെ അർത്ഥമാണത്. അതായത് ഈ ലോകത്ത് എന്ത് കാര്യങ്ങൾ നടന്നാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരും കാണില്ല എന്ന് നടന്ന് ചെയ്യുന്ന എന്ത് ചെറിയ വലിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അള്ളാഹു കാണും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കും. അതുപോലെ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്കത് പ്രചോദനം നൽകും എന്നുള്ളതാണ്. യാ ബസീറു യാ അള്ളാ, ആ ഒരു ഇസ്മ നമ്മൾ പതിവാക്കുക ജീവിതത്തിൽ. അടുത്ത 29ാമത്തെ ഇസ്മാണ് അൽ അഅ്ദൽ. അൽ അഅ്ദൽ എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് നീതി ചെയ്യുന്നവൻ. നമ്മൾ ഈ ഒരു ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നീതി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു നാമം യാ അഅ്ദൽ യാ അല്ലാ എന്ന് 104 തവണ നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അവനിൽ താല്പര്യം കൂടും, ആളുകൾക്ക് അവനെ ഇഷ്ടപ്പെടും. ആ ഒരു ഇസ്മ നമുക്ക് ആളുകളിൽ സ്വീകാര്യത കിട്ടാൻ നല്ലതാണ്. 30ാമത്തെ ഇസ്മാണ് ഹക്കം. ഹക്കം എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് തീർപ്പ് കൽപ്പിക്കുന്നവൻ. എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അതുപോലെ നമുക്ക് ആ ഒരു ഇസ്മ നമ്മൾ യാ ഹക്കം യാ അല്ലാ എന്ന് പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും തീർപ്പ് കൽപ്പിക്കാനുള്ളൊരു ശക്തി കൂടി നമുക്ക് കിട്ടും. ആ ഒരു ഇസ്മ നമ്മളിങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യങ്ങളിലും, അതുപോലെ കുടുംബ വിഷയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നാട്ടിലെ വിഷയങ്ങളായിക്കോട്ടെ, ആ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ അഭിപ്രായത്തിന് മുൻതൂക്കം ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ യാ ഹക്കമു യാ അല്ലാ എന്ന ഇസ്മ നമ്മൾ പതിവാക്കാൻ നോക്കുക. അതുകൊണ്ട് ഇന്നത്തെ നമ്മൾ ആദ്യത്തെ 21 മുതൽ 30 വരെയുള്ള അസ്മാഉൽ ഹുസ്നയുടെ ഇസ്മുകളാണ് നമ്മൾ ജേർണലിങ് ചെയ്തത്. ഇനി അടുത്ത ഇസ്മ നാളെ ജേർണലിങ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും അൽഹംദുലില്ലാ നമുക്ക് ജേർണലിങ് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അൽഹംദുലില്ലാ എന്ന് ഞാൻ ശ്രദ്ധിച്ചുകൊള്ളുന്നു. അതുപോലെ ഞാൻ ജേർണലിങ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും അതൊരു ഉപകാരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതുപോലെ ആവണം, നിങ്ങളും ഇതുപോലെ ബുക്കിലൊക്കെ എഴുതി വെക്കുക. ദുആ ചെയ്യാൻ പലരും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായ ആഗ്രഹങ്ങളും സഫലീകരിച്ചു കൊടുക്കട്ടെ. അതുപോലെ നമ്മളെയും എല്ലാവരെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്താം, ഞാനും ദുആയിലേക്ക് ഉൾപ്പെടുത്താം. അസ്സലാമു അലൈക്കും.